നെക്സ്റ്റ് ഒരു തിയറമാണ് തിയറം 5.1.5 Axiomatic characterization of closure operator. Let x be a set theta from p of x to p of x be a function such that for any a belongs to p of x, a contained in theta of a, that is theta is expansive. Second one, phi is a fixed point theta, that is theta of phi equal to phi. Third one, theta is idempotent. Theta idempotent ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? theta of a equal to theta of a എന്ന് എഴുതാൻ പറ്റും. Fourth one, theta commutates with the finite union. Then there exists a unique topology tau x such that theta coincides with the closure operator associated with the tau. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഈ 4 കണ്ടീഷൻസ് സപ്പോസ് ചെയ്തിട്ട് അവിടെ ഒരു യൂണിക് ടോപ്പോളജി ടോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോൺവേഴ്സ്ലി വൺ ക്ലോഷർ ഓപ്പറേറ്റർ സാറ്റിസ്ഫൈസ് ദീസ് പ്രോപ്പർട്ടീസ്. അതിൻ്റെ കോൺവേഴ്സ് പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂഫ് ദ കോൺവേഴ്സ് പാർട്ട് ഈസ് ഓൾറെഡി പ്രൂവ്ഡ് ഇൻ പ്രൊപ്പോസിഷൻ 5.1.4. നമ്മൾ നേരത്തെ പഠിച്ച പ്രൊപ്പോസിഷനിൽ ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്യാണ് തീറ്റ ഫ്രം പി ഓഫ് എക്സ് ടു പി ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദ 4 കണ്ടീഷൻസ് ഗിവൺ എബോവ്. തീറ്റ ഫ്രം പി ഓഫ് എക്സ് ടു പി ഓഫ് എക്സ് ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? വി വാണ്ട് ടു ഫൈൻഡ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദർ എക്സിസ്റ്റ് എ ടോപ്പോളജി ടോ ഓൺ എക്സ് സച്ച് ദാറ്റ് ഫോർ എവറി എ കണ്ടെയ്ൻഡ് ഇൻ എക്സ് theta of a equal to a closure with respect to tau. അപ്പോൾ ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഒരു സെറ്റ് സി എന്ന് പറയുന്നത് എടുക്കുകയാണ്. സി ഈക്വൽ ടു സെറ്റ് എ കണ്ടെയ്ൻഡ് ഇൻ എക്സ് തീറ്റ ഓഫ് എ ഈക്വൽ ടു എ. ഇങ്ങനത്തെ ഒരു സെറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ബൈ കണ്ടീഷൻ 2, കണ്ടീഷൻ 2ൽ എന്താണ് പറയുന്നത്? തീറ്റ ഈസ് എ ഫിക്സഡ് പോയിൻറ്റ്, ഫൈ ഈസ് എ ഫിക്സഡ് പോയിൻറ്റ് തീറ്റ എന്നാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു തീറ്റ ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ കണ്ടീഷൻ 2 തീറ്റ ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ വിച്ച് ഇംപ്ലൈസ് ഫൈ ബിലോങ്സ് ടു സി. അത് നമ്മുടെ സിയിലുണ്ട്. ബൈ കണ്ടീഷൻ 1, കണ്ടീഷൻ 1ൽ പറയുന്നത് ഫോർ എനി എ ബിലോങ്സ് ടു പി ഓഫ് എക്സ് എ കണ്ടെയ്ൻഡ് ഇൻ തീറ്റ ഓഫ് എ ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ 1 പ്രകാരം എക്സ് കണ്ടെയ്ൻഡ് ഇൻ തീറ്റ ഓഫ് എക്സ് എന്ന് കിട്ടി. നൗ തീറ്റ ഫ്രം പി ഓഫ് എക്സ് ടു പി ഓഫ് എക്സ്. ബൈ ഡെഫിനിഷൻ ഓഫ് തീറ്റ വി ഹാവ് തീറ്റ ഓഫ് എക്സ് കണ്ടെയ്ൻഡ് ഇൻ എക്സ്. തീറ്റ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ടു പി ഓഫ് എക്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ബൈ ഡെഫിനിഷൻ ഓഫ് തീറ്റ വി ഹാവ് തീറ്റ ഓഫ് എക്സ് എന്താണ്? കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആണ്. സിൻസ് ഫൈ ക്ലോഷർ ഈക്വൽ ടു ഫൈ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു സി. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ടോപ്പോളജി ആണെന്നാണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് തന്നെ ഒരു നൾ സെറ്റ് ഉണ്ടാവണം. സി എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈ ബിലോങ്സ് ടു സി എന്ന് കിട്ടി. അതേപോലെ തന്നെ ദ ഹോൾ സെറ്റ് എക്സ് ബിലോങ്സ് ടു സി എന്നും കിട്ടി. ഇത് നമുക്ക് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി ഇൻ്റർസെക്ഷൻ, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയൻ. ഇതൊക്കെ നമുക്ക് കാണിക്കണം. Next we have to prove that the set C is closed under arbitrary intersection. Closed under arbitrary intersection ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് if A contained in B then B equal to A union B minus A. അതായത് A എന്ന് പറയുന്ന സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ B ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീനെ എങ്ങനെ എഴുതാൻ പറ്റും? A യൂണിയൻ B മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ബിനെ നമുക്ക് എ യൂണിയൻ ഈ ഒരു പോർഷനാണ് ബി മൈനസ് എ. അപ്പോൾ നമുക്ക് ബിനെ നമുക്ക് എ യൂണിയൻ ബി മൈനസ് എ എന്ന് എഴുതാൻ പറ്റും.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore തീറ്റ ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? തീറ്റ ഓഫ് ബി ഈക്വൽ ടു തീറ്റ ഓഫ് എ യൂണിയൻ തീറ്റ ഓഫ് ബി മൈനസ് എ എന്ന് കിട്ടി. which implies theta of A contained in theta of B. If A contained in B, which implies theta of A contained in theta of B. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കും? മോണോട്ടോണിക് ആയിരിക്കും. ഇവിടെ നമുക്ക് A contained in B എന്നെടുത്ത് which implies theta of A contained in theta of B എന്ന് കിട്ടി. Therefore, theta is monotonic. A contained in B which implies theta of A contained in theta of B. അതുകൊണ്ട് തീറ്റ മോണോട്ടോണിക് ആണ്. Let I belongs to I be a family of members of C. Let A equal to intersection I belongs to I AI. A എന്ന് പറയുന്നത് AIസിൻ്റെ ഇൻ്റർസെക്ഷൻസ് ആണ്. which implies A contained in AI for all I belongs to I. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? A contained in AI ആയിരിക്കും. which implies theta of A contained in theta of AI. അതായത് തീറ്റ മോണോട്ടോണിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? A contained in B ആണെന്നുണ്ടെങ്കിൽ which implies theta of A contained in theta of B ആയിരിക്കും. അപ്പോൾ ഇവിടെ A contained in AI ആണ്, which implies theta of A contained in theta of AI. which implies theta of A contained in AI. theta of AI equal to AI ആണ്, which implies theta of A contained in intersection I belongs to I AI ഉണ്ടായിരിക്കും. തീറ്റ ഓഫ് എ എന്ന് പറയുന്നത് AIസിൻ്റെ ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കും, which is equal to A, which implies theta of A contained in theta A എന്ന് കിട്ടി. theta of A contained in A എന്ന് കിട്ടി. അത് നമ്മുടെ 6th ഇക്വേഷൻ. ബൈ കണ്ടീഷൻ 1, കണ്ടീഷൻ 1ൽ എന്താ പറയുന്നത്? A contained in theta of A എന്നാണ് പറയുന്നത്. ഇത് 7th ഇക്വേഷൻ. ഫ്രം 6 and 7 ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടി? തീറ്റ ഓഫ് എ ഈക്വൽ ടു എ എന്ന് കിട്ടി. ആൻഡ് സോ സി ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി ഇൻ്റർസെക്ഷൻ. അതുകൊണ്ട് എന്തായിരിക്കും? സി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഇനി സി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയൻ ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് ബി ഈക്വൽ ടു യൂണിയൻ ജെ ഈക്വൽ ടു 1 to n bj, where bj belongs to Z for j equal to 1 to etc. up to n. By condition 4, condition 4 എന്താ പറയുന്നത്? തീറ്റ കമ്മ്യൂട്ടേറ്റ്സ് വിത്ത് ഫൈനൈറ്റ് യൂണിയൻ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ ഓഫ് ബി ഈക്വൽ ടു യൂണിയൻ ജെ ഈക്വൽ ടു 1 to n തീറ്റ ഓഫ് ബി ജെ എന്ന് എഴുതാൻ പറ്റും. which is equal to യൂണിയൻ ജെ ഈക്വൽ ടു 1 to n തീറ്റ ഓഫ് ബി ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു ബി ജെ ആണ്. therefore യൂണിയൻ ജെ ഈക്വൽ ടു 1 to n ബി ജെ ഈക്വൽ ടു ബി എന്ന് കിട്ടി. therefore തീറ്റ ഓഫ് ബി ഈക്വൽ ടു ബി ആൻഡ് സി ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയൻ. തീറ്റ ഓഫ് ബി ഈക്വൽ ടു ബി എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ സി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയൻ ആണ്. then by തിയറം 5.1.2, തിയറം 5.1.2 നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ തിയറം വെച്ചിട്ട് ദ ഫാമിലി ഓഫ് കോംപ്ലിമെൻറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സി ഈസ് എ ടോപ്പോളജി ഓൺ എക്സ്. അപ്പോൾ ദ ഫാമിലി ഓഫ് കോംപ്ലിമെൻറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എക്സിലെ ഒരു ടോപ്പോളജി ആണെന്ന് കിട്ടി. നൗ വി unify that closure operator associated with the tau coincide with the theta. Let A contained in X, A contained in X നടത്തു. A closure is the intersection of all closed subsets of X containing A. A closure നമുക്കറിയാം intersection of all closed subsets of X ആണ്. It also contains A. But by construction closed subsets of X are fixed point of theta. Hence A closure equal to എന്ന് പറയുന്നത് A closure എന്ന് പറയുന്നത് എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ ആണ്. A closure equal to intersection of set B contained in X such that A contained in B and theta of B equal to B. Since theta is monotonic ആണെന്നുണ്ടെങ്കിൽ A contained in B which implies theta of A contained in theta of B. Theta of B equal to B ആണ്, which implies theta of A contained in theta of B
theta of A contained in B എന്ന് കിട്ടി. But A closure is the intersection of such B's. A closure എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള B'സിൻ്റെ ഇൻ്റർസെക്ഷനാണ്. Therefore theta of A contained in A closure. അതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുത്തു. For the reverse inclusion, note that by condition 3, condition 3ൽ എന്താണ് പറയുന്നത്, തീറ്റ ഈസ് ഇഡംപോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ഓഫ് എ ഈക്വൽ ടു തീറ്റ ഓഫ് എ, വിച്ച് ഇംപ്ലൈസ് തീറ്റ ഓഫ് എ ബിലോങ്സ് ടു സി. ഓൾസോ ബൈ കണ്ടീഷൻ 1, കണ്ടീഷൻ 1 പ്രകാരം എ കണ്ടെയ്ൻഡ് ഇൻ തീറ്റ ഓഫ് എ ആണ്. ബട്ട് എ ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് മെമ്പർ ഓഫ് സി കണ്ടെയ്നിങ് എ. സോ എ ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ തീറ്റ ഓഫ് എ. 9th equation. From 8 and 9, 8ഉം 9ഉം ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ we have for all a contained in x theta of a equal to a closure എന്ന് കിട്ടിയത്. theta of a contained in a closure ആണ്, അതുപോലെ a closure contained in theta of a ആണ്, which implies theta of a equal to a closure. Therefore theta coincides with the closure operator. Hence the proof.